കുറെ നാളായിട്ട് ഓസ്ട്രേലിയയിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാണ്. പക്ഷേ റിക്രൂട്ടേഴ്സും ഹയറിംഗ് മാനേജേഴ്സും ഒന്നും തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ലെറ്റ് മീ ഹെൽപ്പ് യു. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാണേലും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ജോലി കരസ്ഥമാക്കാൻ പറ്റും. എങ്ങനെയാന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ത്രൂ ഞാൻ മെയിൻ ആയിട്ട് ഒരു ജോലി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മാത്രമല്ല, എങ്ങനെയാണ് സ്റ്റാർട്ട് ടു ഫിനിഷ് നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കുന്നത്, ഹയറിംഗ് മാനേജേഴ്സ് അഥവാ റിക്രൂട്ടേഴ്സിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് ജോലി കരസ്ഥമാക്കുന്നത്, അങ്ങനെ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഗൈഡാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഹലോ എവരി വൺ, എൻ്റെ പേര് ബിനിൽ വർഗീസ്. മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. എൻ്റെ ചാനലിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷൻ, ജോലി കരസ്ഥമാക്കുന്നത്, പിന്നെ ഓസ്ട്രേലിയയിലെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആണ്. ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും സ്ട്രഗിൾസും അങ്ങനത്തെ റിയൽ ലൈഫ് കണ്ടന്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു റെസ്യൂമെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ റെസ്യൂമെ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 1 പേജ് അല്ലെങ്കിൽ 2 പേജ് വരുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിൽ നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ ആണ് വരുന്നത്. മെയിനായിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ മുന്നത്തെ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്, ഇപ്പോൾ 10th 12th അല്ലെ കോളേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കോളേജിന്റെ ഡിഗ്രി, നാട്ടിൽ നിങ്ങൾക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഫോർ ഇൻസ്റ്റൻസ് ഒരു അക്കൗണ്ടന്റിന്റെ ഒരു ജോബ് ആണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടന്റിന്റെ ജോബിന് വേണ്ടതായിട്ടുള്ള സ്കിൽസ്, ഫോർ എക്സാമ്പിൾ ബുക്ക് കീപ്പിംഗ്, മാനേജ്മെന്റ് സ്കിൽസ്, എക്സൽ, മൈക്രോസോഫ്റ്റ് വേർഡ്, അങ്ങനെ പല പല സ്കിൽസ് വേണം ഈ ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പൊസിഷൻ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് നിങ്ങളുടെ റെസ്യൂമെയിൽ റിഫ്ലക്ട് ചെയ്യണമെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളതാണ്. ATS അഥവാ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. വലിയ വലിയ MNCs അവരുടെ ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുന്നത് മെയിനായിട്ട് ഇതുപോലത്തെ സോഫ്റ്റ്വെയർ ത്രൂ ആണ്. അപ്പോൾ ഒരു ഇൻസ്റ്റൻസ് പറയാന്നുണ്ടെങ്കിൽ, ഒരു ജോലിക്ക് ഒരു 200 ജോബ് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹയറിംഗ് മാനേജർ അഥവാ റിക്രൂട്ടർ ഈ ഒരു സോഫ്റ്റ്വെയർ ത്രൂ ഫിൽട്ടർ ചെയ്യാണ് പതിവ്. അപ്പോൾ അവർക്ക് ആ ജോബ് റോളിന് വേണ്ടിയിട്ടുള്ള ഒരു 10 സ്കില്ല് ഈ ഒരു റെസ്യൂമയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അവര് അടുത്ത റൗണ്ടിലേക്ക് നമ്മളെ മൂവ് ഫോർവേഡ് ചെയ്യില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന് നമ്മുടെ റെസ്യൂമെ പിക്കപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് വെച്ചിട്ടാണ് നമ്മുടെ റെസ്യൂമെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ റെസ്യൂമെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് റെസ്യൂമെ ATS ഫ്രണ്ട്ലി അല്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ മൈക്രോസോഫ്റ്റിന്റെ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. ആകെപ്പാടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോന്റെ താഴെ റെസ്യൂമെ എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നതായിരിക്കും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രോസസ് ആണ്. ഈ ഒരു ജോബ് ആപ്ലിക്കേഷന്റെ പ്രോസസ് എന്ന് പറയുമ്പോൾ പല പല വെബ്സൈറ്റ്സ് ഉണ്ട് നമുക്ക് ജോലി അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ഫോർ ഇൻസ്റ്റൻസ് ലിങ്ക്ഡിൻ, ജോറ, സീക്ക് അഥവാ ഇൻഡീഡ്. എൻ്റെ ഒരു കേസിൽ മെയിൻ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ലിങ്ക്ഡിനും seek.com.au എന്ന് പറയുന്ന വെബ്സൈറ്റ്സ് ആണ്. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ജോലി കണ്ടെത്തുന്ന ഒരു വെബ്സൈറ്റ് മാത്രമല്ല ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ വെച്ച് നിങ്ങൾക്ക് വേറെയും കുറെ ഉപകാരങ്ങളുണ്ട്. നിങ്ങൾ ജോലി അപ്ലൈ ചെയ്യുന്ന ആ ഒരു റിക്രൂട്ടറിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഈ വീഡിയോന്റെ ഫർദർ എൻഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എൻഡ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിക്രൂട്ടേഴ്സിന്റെ ഒരു പൂള് അഥവാ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഫേസ്ബുക്ക് പോലെ തന്നെയാണ്, പക്ഷേ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. അത്ര ഈസിയാണ്. നമ്മൾ എല്ലാ കമ്പനീസിലായിട്ടുള്ള എംപ്ലോയീസ് അഥവാ ഹയറിംഗ് മാനേജേഴ്സ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബാക്ക് ടു ടോപ്പിക്. ജോബ് സെർച്ചിന്റെ പ്രോസസ് എന്ന് പറയുന്ന ആദ്യമേ തന്നെ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുക്കുക. എന്നിട്ട് ജോബ്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടോപ്പ് കോർണറിൽ നമ്മൾ ജോബ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ കറണ്ട് സ്കില്ല് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഇൻസ്റ്റൻസിൽ ഞാൻ ഒരു പ്രോസസ് എഞ്ചിനീയർ ആണ്. അപ്പൊ ഞാൻ പ്രോസസ് എഞ്ചിനീയർ എന്ന് ഇവിടെ അടിക്കാൻ പോവാണ്. അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് കൺട്രി എന്ന് പറയുന്ന സെക്ഷൻ ആണ്. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കൺട്രി അഥവാ നിങ്ങൾക്ക് സിറ്റിയുടെ പേര് അടിക്കാൻ പറ്റും. പ്രോ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾവേസ് കൺട്രി മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ.
ഒരു സിറ്റിയോ അല്ലെങ്കിൽ ഒരു സബർബോ ഒരിക്കലും എടുക്കരുത്. കാരണം മിക്കവരും ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ, മെൽബൺ, ബ്രിസ്ബെയിൻ അഥവാ സിഡ്നി അങ്ങനത്തെ സിറ്റീസ് മാത്രമേ നോക്കത്തുള്ളൂ, റീജിയണൽ ഏരിയാസ് നോക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. റീജിയണൽ ഏരിയ എടുക്കുന്ന സമയത്ത് കൂടുതൽ ചാൻസ് ഉണ്ടാകും നിങ്ങൾക്ക് ആ ജോലി അപ്ലൈ ചെയ്ത് കിട്ടാനായിട്ടുള്ളത്. അപ്പൊ കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ജോബ്സ് അവൈലബിൾ ആയിട്ട് കാണും. ഈ ഒരു ജോബ് സെക്ഷനിൽ നമ്മൾ എല്ലാ പർട്ടിക്കുലർ റോളിന്റെയും ഡിസ്ക്രിപ്ഷൻ നല്ലതുപോലെ വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മിക്ക ജോബ് ഡിസ്ക്രിപ്ഷനിലും എഴുതിയിട്ടുണ്ടാവും ഏതൊരു ടൈപ്പ് എംപ്ലോയി അല്ലെങ്കിൽ സ്കില്ലിനെയാണ് അവർ നോക്കുന്നത്, പിന്നെ എന്ത് ടൈപ്പ് വിസ ഉള്ളവരെയാണ് ഇവര് അപ്ലൈ ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ചില ജോലികളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ വേറെ കൺട്രിയിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും ഞങ്ങൾക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന്. അങ്ങനെയുള്ള ജോലികളിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതിന്റെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് ചില ജോലികളിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും PR അഥവാ സിറ്റിസൺസിനെ മാത്രമേ ഇവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. കാരണം 100% ഗ്യാരണ്ടീഡ് ആണ് ഹയറിംഗ് മാനേജർ അഥവാ റിക്രൂട്ടർ വിസ ഉള്ളവർക്ക് മാത്രമേ അവര് ആ ഒരു ജോലിയിലേക്ക് കൺസിഡർ പോലും ചെയ്യത്തുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മിക്ക ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അഥവാ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ പ്രോസസ്സ് പോകുന്നത്. ഇപ്പോ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ സക്സസ് ഫാക്ടേഴ്സ് അഥവാ വർക്ക് ഡേ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് മിക്ക എംപ്ലോയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ തേർഡ് പാർട്ടി വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെലവെന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് ഈ ഒരു വെബ്സൈറ്റിലാണ് ഇവര് വാലിഡേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തേക്കുന്നത് ഒതന്റിക് ആണോ, ഇവന് ശരിക്കും ഈ ഒരു റെലവെന്റ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടോ എന്ന് ഇവരാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്സ്, നമ്മുടെ പോലീസ് വെരിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചില ജോബ്സിന് മാൻഡേറ്ററി ആണ്. അതും ഇതുപോലത്തെ വെബ്സൈറ്റ്സ് ആണ് പൊതുവെ കേറ്റർ ചെയ്യാറ്. അപ്പൊ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്നും പിന്നെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂവിന് പരിഗണിച്ചെന്നുണ്ടെങ്കിൽ കമന്റ്സ് ടു നെക്സ്റ്റ് റൗണ്ട്, പിന്നെ വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഓഫർ റിസീവ്ഡ്, പിന്നെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഓഫർ ആക്സെപ്റ്റഡ് എന്നാണ്. ഇവര് കമ്പനിയിൽ നിങ്ങളെ ജോലിക്ക് സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫർ ഒഫീഷ്യൽ ഇമെയിൽ ത്രൂ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. അതിൽ നിങ്ങളുടെ സാലറിയുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷന്, പിന്നെ ജോലിയുടെ കോൺട്രാക്ട് ഒക്കെ ആയിരിക്കും അതിനകത്ത് വരാൻ പോകുന്നത്. അത് നല്ലപോലെ റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണ് ഈ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓഫർ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊണ്ട് ജോബ് സെർച്ച് മാത്രമല്ല വേറെയും കുറെ ഉപകാരങ്ങൾ ഉണ്ടെന്നുള്ളത്. അത് ഈ ഒരു സെക്ഷനിലാണ് ഞാൻ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ത്രൂ ലിങ്ക്ഡിൻ മിക്ക ടൈമിലും നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയാണ് ഈ ജോബ് പോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ റിക്രൂട്ടർ ഹയറിംഗ് മാനേജർ ആരാന്നുള്ളത് ആ ഒരു ജോബിന്റെ അണ്ടർ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ആ ഒരു റിക്രൂട്ടറിനെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. എന്നിട്ട് പറയാ, ഹലോ, എൻ്റെ പേര് ബിനിൽ വർഗീസ്, ഇതുപോലെ ഇന്ന സ്കില്ല് ഇന്ന ജോബിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ ഒരു പൊസിഷനിൽ റൈറ്റ് ഫിറ്റ് ആണ്. അപ്പോ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു നമ്പറിൽ അഥവാ ഇന്ന ഇമെയിൽ ID കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിക്ക് മിനിമം ഒരു 200 അല്ലെ 300 ആപ്ലിക്കൻസ് ആണ് ഉണ്ടാകുന്നത്. ഒരിക്കലും റിക്രൂട്ടേഴ്സ് റെസ്യൂമെ 1 by 1 നോക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ നെക്സ്റ്റ് ബെസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ആ ഒരു റിക്രൂട്ടറിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 10-20 പേരെ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുള്ളൂ. അതിനുള്ള ആ ഒരു എഫേർട്ട് പോലും എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവര് റിപ്ലൈ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷനും പരിഗണിക്കാനായിട്ടുള്ള ഒരു ചാൻസും വളരെയധികം കൂടുതലാണ്. മറ്റൊരു പ്രോ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വലിയ വലിയ MNCs ടാർഗറ്റ് ചെയ്യുക. MNCs കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടി നാഷണൽ കമ്പനീസ് ആണ്. എന്തുകൊണ്ടാണ് ഈ
ഈ MNCസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിസയുടെ ചാർജസും നിങ്ങളുടെ വർക്ക് വിസ സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിസയുടെ ചാർജ് മാത്രം 5000 ഓസ്ട്രേലിയൻ ഡോളറാണ്, അഥവാ നാട്ടിലെ 2.5 ലക്ഷം രൂപ. പിന്നെ ലീഗൽ ഫീസ്, അഡ്മിൻ ഫീസ്, എന്തൊക്കെ പ്രൊസീജിയർ ആണോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്, നല്ലൊരു തുകയായിരിക്കും ലാസ്റ്റ് ഈ ഒരു കമ്പനിക്ക് നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ അഥവാ വർക്ക് വിസ ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് മുടക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സിന് ഈ ഒരു ഫണ്ട് ഒറ്റയടിക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതും ഒരു പർട്ടിക്കുലർ റോളിന്. അതുകൊണ്ടാണ് MNCസിന് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ചാൻസ് കൂടുതലുള്ളത്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽ സെറ്റ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഓസ്ട്രേലിയയിലുള്ള എംപ്ലോയേഴ്സ് ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്കിൽസ് അഥവാ ടാലന്റിനെ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആദ്യം ഇവർ ഓസ്ട്രേലിയയിലെ നോക്കുകയുള്ളൂ ഇങ്ങനത്തെ എംപ്ലോയീസിനെ കിട്ടാൻ പറ്റുമോ അവരുടെ കമ്പനിക്ക് വേണ്ടി. അത് കിട്ടിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ മറ്റ് കൺട്രീസിൽ നിന്ന് ടാലന്റിനെ ഹയർ ചെയ്യുക അഥവാ സ്പോൺസർ ചെയ്യാനായിട്ട് നോക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഡിമാൻഡ് ഉള്ള സ്കിൽസ് അഥവാ ഒക്യുപ്പേഷൻ എന്താന്നുള്ളത് മാക്സിമം റിസർച്ച് ചെയ്യുക. അത് റിസർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഓസ്ട്രേലിയ. ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. ആ ഒരു വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ സെർച്ച് ചെയ്ത ഉടനെ തന്നെ ആ ഒരു സ്കില്ലിന്റെ അണ്ടറിൽ വരുന്ന എന്തൊക്കെയാണ് ഒക്യുപ്പേഷൻ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് ആവശ്യമുള്ളതെന്ന് കാണിക്കും. മാത്രമല്ല ആ ഒരു ഒക്യുപ്പേഷന്റെ അണ്ടറിൽ എന്തൊക്കെ വിസയാണ് വരുന്നത് എന്നുള്ളതും ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു ജോബിന്റെയും അണ്ടറിൽ ഒരു ആൻസ്കോ കോഡ് കിടപ്പുണ്ടാവും. ഈ ഒരു ആൻസ്കോ കോഡ് വെച്ചിട്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഓക്കെ ഈ ഒരു പേഴ്സൺ ഇന്നൊരു സ്കില്ലാണ് ബ്രിങ് ചെയ്യാൻ പോകുന്ന ഓസ്ട്രേലിയയിൽ എന്ന് ക്വിക്കായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ആൻസ്കോ കോഡ് വെച്ചിരിക്കുന്നത്. പിന്നെ ആ ആൻസ്കോ കോഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ഒക്യുപ്പേഷനും ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് സിവിൽ എഞ്ചിനീയർ അഥവാ എന്താണ് അക്കൗണ്ടന്റ് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാടിൽ, പിന്നെ എന്തൊക്കെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ആ ഒരു റോളിന്റെ അണ്ടറിൽ വരിക. അപ്പോൾ നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്കിൽഡ് ഒക്യുപ്പേഷനിൽ ആ ഒരു വർക്ക്, ഫോർ ഇൻസ്റ്റൻസ് സബ് കോൺട്രാക്ടർ ആയിട്ടാണ് നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടത്തില്ല. അതിന് പകരം അതിന് റിലേറ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ജോബ്സ് ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ്, കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇവരുടെ എല്ലാം ആൻസ്കോ കോഡ് എടുത്തിട്ട് ജോബ് റെസ്പോൺസിബിലിറ്റീസ് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കറണ്ട് ഒക്യുപ്പേഷൻ ഒരു 70 to 80% നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ആ ഒരു ആൻസ്കോ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഓഫ് ഷോർ അഥവാ ഓവർസീസിൽ നിന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോന്റെ തംസപ്പും കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ആയിട്ട് കണ്ടുപിട്ടത്തെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.